നമ്മൾ കുറേയേറെ കേട്ടു, ഒരു വർഷത്തോളം കേട്ടു, മെസ്സി വരുന്നു, അർജൻറ്റീനൻ ടീം വരുന്നു, ഇവിടെ നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള സ്റ്റേഡിയത്തിൽ വരുന്നു, ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ പരിപാവനമായ പേരിലുള്ള സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ പേര് പറഞ്ഞ് മലിനമാക്കിയതല്ലാതെ അവിടെ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ പണികൾ നടത്തി മലീമസമാക്കിയതല്ലാതെ, മരങ്ങൾ മുറിച്ച് കളഞ്ഞതല്ലാതെ മെസ്സി ഇന്ന് വരെ കാലെടുത്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്നിട്ടില്ല. നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് കണ്ണിൻ്റെ ഒരു കാഴ്ചയായിട്ട്, സ്റ്റാർ ഓഫ് ദി ഐ ആയിട്ട് ഒരിക്കലും സൈനോഷ്യൂർ ഇംഗ്ലീഷിൽ പറയുമല്ല, അങ്ങനെ ഒന്നായിട്ട് കാണാനുള്ള ഭാഗ്യം നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്കുണ്ടായിട്ടില്ല. അതേസമയം ഇന്ത്യയിൽ പര്യടനം നടത്തുമെന്ന് പറഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പര്യടനം നടത്തി. കൽക്കട്ടയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം, അതുപോലെ തന്നെ ഹൈദരാബാദിലെ വളരെ വിശാലമായ ഫുട്ബോൾ ഗ്രൗണ്ട്, ഇവിടങ്ങളിലെല്ലാം സന്ദർശനം നടത്തി. ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ ഒക്കെ കണ്ണിലെ രോമാഞ്ചമായിട്ട്, ഹർഷാരവമായിട്ട് മാറുകയുണ്ടായി. നമുക്ക് ഒരു വലിയൊരു ചമ്മലും പരാജയവും നാണക്കേടും ഒക്കെ അല്ലേ ഇപ്പോൾ പേറേണ്ടി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് തെരഞ്ഞെടുപ്പിലേറ്റ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം ആ റിസൾട്ടിന്റെ വിശകലനങ്ങൾ നടത്തുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പരാജയം സത്യത്തിൽ പിണറായി ഗവൺമെന്റ് നേരിടുന്നത് മെസ്സിയുടെ കാര്യത്തിലാണ്. കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും മെസ്സി വരും എന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിട്ടില്ല. പിന്നെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഒരുപക്ഷെ ബംഗാളാണ് ഫുട്ബോളിന്റെ കേരളം പോലെ ആവേശമുള്ള ഒരു നാട്. ബംഗാളിനേക്കാൾ ആവേശത്തോടെ ഫുട്ബോളിനെ നെഞ്ചേറ്റുന്നവരാണ് മലയാളികൾ. ഈ മലയാളികളോടാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത് കേരള ഗവൺമെന്റ് നേരിട്ടാണ് പലപ്പോഴും. പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പലപ്പോഴും സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാനൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു മെസ്സി വരും. അതിനുവേണ്ടി സ്പെയിനിലേക്ക് ഒരു യാത്ര 13 ലക്ഷം രൂപ അതിനുവേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പണം ചെലവിട്ടു, നമ്മുടെ ജനങ്ങളെ പറ്റിച്ചു എന്ന് വെച്ചാൽ പറഞ്ഞു പറ്റിച്ചു ഒന്ന്. അതിനുശേഷമാണ് ഇതിൽ വേറൊരു തട്ടിപ്പ് നടക്കുന്നത്. ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം ഏൽക്കുന്നത് ഒരു കാട്ടുകള്ളൻ അക്ഷരാർത്ഥത്തിൽ മരക്കള്ളനായ കേരളത്തിലെ ഒരു ചാനൽ മേധാവിയാണെന്ന് വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് തട്ടി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് സ്പോൺസറുമായിട്ടാണ് ഏർപ്പാട്. ഞങ്ങളും ഗവൺമെന്റ് പറയുകയാണ്, നല്ല ചോക്കു, കേരള ഗവൺമെന്റ് പറയുകയാണ്, ഞങ്ങളും അർജന്റീനൻ ഫുട്ബോൾ ടീമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളും മെസ്സിയും തമ്മിൽ ഇതുവരെ ബന്ധപ്പെട്ടിട്ട് പോലും ഇല്ല. പിന്നെ ആര് പറഞ്ഞിട്ടാണ് മെസ്സി വരും? ഡേറ്റ് പ്രഖ്യാപിച്ചാണ്, ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയതാണ്, ഓർമ്മയില്ലേ? ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയതാ. ഒരു ഭാഗത്ത് ടിക്കറ്റ് വിൽപ്പന തുടങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പൊ തന്നെ ഈ നമ്മുടെ സ്റ്റേഡിയം നവീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതിന്റെ അധികാരി ശരിക്കും GCDA ആണ്. നമ്മുടെ ചന്ദ്രൻപിള്ള ചെയർമാനായിട്ടുള്ള CPM നേതാവ് ചന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള GCDA തൊഴിലാളി നേതാവായിട്ടുള്ള ആളാണ്. പിന്നെ കേരളത്തിന്റെ ഗവൺമെന്റ് ഇവരൊക്കെയാണ് ഉത്തരവാദി. അപ്പൊ ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് നമ്മൾ അറിഞ്ഞു നോക്കുമ്പോൾ അറ്റകുറ്റപ്പണി നടക്കുന്നു, പക്ഷെ കരാറില്ല, ഒന്നുമില്ല, വാക്കാൽ കൊടുത്തതാണ് അത്രേ. ആർക്ക്? അതും ഈ ചാനൽ മുതലാളിക്ക്. ആലോചിച്ച് നോക്കൂ. തട്ടിപ്പിന്റെ വളരെ ഷെയ്ഡി ആയിട്ടുള്ള അങ്ങേയറ്റം ഈ ആരോപണങ്ങളാൽ അച്യുതാനന്ദന്റെ ഭാഷയിൽ കളങ്കിതനായ ഇദ്ദേഹത്തിനാണ് ഇത് കൊടുത്തത്. പിന്നെ അദ്ദേഹം കളത്തിലിറങ്ങി പറയുകയാണ്, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, പറഞ്ഞ ഡേറ്റിന് വന്നില്ലെങ്കിൽ അടുത്ത ഡേറ്റിന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അതായത് ഇപ്പൊ എങ്ങനെയാണ് നോക്കുമ്പോൾ ഇതിന്റെ രേഖയൊന്നുമില്ല, ഇതിനൊന്നും കരാറില്ല. അവസാനത്തെ പത്രസമ്മേളനം ഇദ്ദേഹം തട്ടിക്കയറുകയായിരുന്നു പത്രക്കാരോട്. അതെ. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു കളങ്കിത വ്യക്തിത്വത്തെ നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ കായിക പ്രേമികളുടെ ചുമലിൽ കെട്ടിവെച്ചു എന്നുള്ളതാണ് ഒരു കുറ്റം. അദ്ദേഹത്തിന് വെട്ടിപ്പ് നടത്താൻ അദ്ദേഹം പറയുന്നത്, ഞാൻ ചെലവഴിച്ച കോടികളുടെ കണക്ക് പറയുന്നുണ്ട്, ഇതിന് വല്ല തെളിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ആ അർജന്റീനൻ ഫുട്ബോൾ ടീമിന് അത്ര കൊടുത്തിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ട് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല. ഇപ്പൊ അടുത്ത കൊല്ലം എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പറ്റിപ്പിന്റെ പരമ്പര ഫുട്ബോൾ പ്രേമികളുടെ മെസ്സിയുടെ പേരിൽ, അർജന്റീനൻ ടീമിന്റെ പേരിൽ ഇവിടെ വന്ന് സൗഹൃദ മത്സരം കളിക്കും. 2 ടീമുകൾ കൊണ്ടുവന്ന് ഇവിടെ കളിക്കുന്നൊക്കെയാണല്ലോ. അതിനുവേണ്ടിയാണ് ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. അപ്പൊ ഈ തട്ടിപ്പുകൾ മുഴുവൻ പൊളിഞ്ഞു. ഇപ്പൊ നമ്മുടെ സ്റ്റേഡിയം നാശായി കിടക്കുകയാണ്. സ്റ്റേഡിയം എവിടെയും അത് ശരിയായി. അപ്പോ ഈ അവസ്ഥയില് എന്തുകൊണ്ട് ഇത് ഇടതുപക്ഷത്തിന്റെ പരാജയമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് കാണുന്ന 2 കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് മാത്രമാണ് ജനങ്ങളെ മെസ്സിയുടെ പേര് പറഞ്ഞ് പറ്റിച്ചത്. 1-2 മാസമല്ല, 5-8 മാസമായി പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2, അതിന്റെ പേരിലാണ് ഒരു കളങ്കിതന് അഴിമതി നടത്താനുള്ള പരസ്യമായ സൗകര്യം സർക്കാർ ഉണ്ടാക്കി കൊടുത്തത്.
പബ്ലിസിറ്റി പേരും ഉണ്ടാക്കി കൊടുത്തു. മൂന്നാമത്തെ കാര്യം, അതിന്റെ പേരിലാണ് നമ്മുടെ സ്റ്റേഡിയം ഇപ്പോഴും നാശമായി കിടക്കുന്നത്. 4, ഈ പറഞ്ഞ ഇടപാടുകൾക്കൊന്നും യാതൊരു രേഖയുമില്ല. ഇത്രയും വഴിവിട്ട ഇടപാടുകൾ നടത്തിയ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കാണുന്നത്. ആലോചിച്ച് നോക്കൂ, മെസ്സി വന്നിരിക്കുന്നു ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമില്ല. എവിടെയാണ് വരുന്നത്? ഒന്ന്, ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിലാണ്. ഫുട്ബോൾ പ്രേമികൾ ആർത്തലയ്ക്കുന്ന 2 സ്റ്റേഡിയങ്ങളിലാണ്. ഒന്ന് ഹൈദരാബാദിലെ ഖുലി കുതുബ് ഷാ സ്റ്റേഡിയം എന്നാണ് പേര്. ആ സ്റ്റേഡിയം ലക്ഷക്കണക്കിന് ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് മെസ്സിയുടെ കളി കണ്ടു. 2, ആ കളിയിൽ ആരൊക്കെ? രേവന്ത് റെഡ്ഡിയാണ് അവിടുത്തെ ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി. മെസ്സിയോടൊപ്പം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു അദ്ദേഹം. എന്തൊരു ആവേശമായിരിക്കും ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, ഫുട്ബോൾ പ്രേമികൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. 1, അവിടെ രാഹുൽ ഗാന്ധിയും ചെന്നു. കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു ആഘോഷമായിട്ട് അത് മാറി. എന്ന് പറഞ്ഞാൽ മെസ്സിയെ വെച്ചിട്ട് ഇവിടെ ഈ പറ്റിപ്പ് നാടകം നടക്കുമ്പോൾ ഫുട്ബോൾ മാത്രമല്ല പൊളിറ്റിക്സും കളിക്കാമല്ലോ. ഞാൻ പറഞ്ഞ കളിക്കണം. ആരോഗ്യകരമായ രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ആവേശം ഉണ്ടാക്കുന്നത് എന്താണോ അത് ജനങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെയല്ലേ ആരോഗ്യകരമായ മത്സരം. അത് കൊടുക്കുന്നതിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് ദയനീയമായിട്ട് പരാജയപ്പെടുകയും രാഹുൽ ഗാന്ധിയും രേവന്ത് റെഡ്ഡിയും ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയുടെ ഒരു കണക്കെടുക്കുമ്പോൾ അങ്ങേ അറ്റത്തുള്ള ഒരേ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആണല്ലോ. അപ്പോ ആ രേവന്ത് റെഡ്ഡി ഹൈദരാബാദിലെ മുഖ്യമന്ത്രി, അപ്പോ അദ്ദേഹവും അത് ചെയ്തു. ഇനി വേറൊരാള് പിന്നെ പോയത് എങ്ങോട്ടാ? കൽക്കത്തയിലേക്കാണ്, സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തില്. അവിടുത്തെ സ്ഥിതി എന്താ? അവിടെയാണ് ചില അനിഷ്ട സംഭവങ്ങൾ. മെസ്സി അത് കൽക്കത്ത കാരണമുണ്ട്. അല്ല, ഒന്ന് സ്റ്റേഡിയം ചെറുതായതുകൊണ്ട് മാത്രമാവില്ല സാർ, അത് കൽക്കത്തയും ഫുട്ബോളും തമ്മിലുള്ള ബന്ധം അത്ര വലുതാണ്. മോഹൻ ബഗാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് കേട്ട് വളർന്നതല്ലേ. ഇന്ത്യയെ ഫുട്ബോൾ കളിപ്പിച്ച ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ. എത്ര ടീമാണ് കൽക്കത്തയിൽ? കൽക്കത്ത ഫുട്ബോളിന്റെ ഒരു വല്ലാത്ത നാടാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പോലെ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ആളുകൾ ആർത്തലച്ച്, പക്ഷെ ഭയങ്കര കണ്ണിങ് ആയിട്ട് അവർ ചെയ്തു. ആർത്തലച്ച് വരുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാതെ, ടിക്കറ്റിനൊന്നും കിട്ടാത്ത ജനങ്ങൾ തന്നെ ആർത്തലച്ച് വന്ന് അല്ല സാറേ, മെസ്സിയെ കാണാൻ പറ്റുന്നില്ല. മന്ത്രിമാർ, അവരുടെ 2 മന്ത്രിമാർ ചേർന്ന് അങ്ങേരുടെ മുഖം മറച്ചു. അല്ല, അതിന്റെ ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം വാർത്തകളിൽ പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ അതും കൂടി കാണുമ്പോഴാണ് അവര് ഈ അരമണിക്കൂർ കൂടി വൈകിയാൽ മെസ്സിയെ അവിടുന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ പരിക്കില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നി. അന്നേരത്തെ മന്ത്രിമാരൊക്കെ കൂടി വളഞ്ഞു വെച്ചിട്ട് ഈ ജനങ്ങൾ എത്തുന്നതിന് മുമ്പേ മെസ്സിയെ രക്ഷപ്പെടുത്തി വിട്ടു. അത് വളരെ കരുതൽ നടപടിയായിരുന്നു. അല്ലെങ്കിൽ മെസ്സിക്ക് പരിക്കേറ്റാൽ ഇതൊന്നും ആവില്ല, അപഖ്യാതി. അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് 4 ജനങ്ങൾക്ക് പരിക്കേറ്റതുപോലെ ആവില്ല. ഈ ആഗോളതലത്തിൽ മമതാ ബാനർജിയുടെയും അവിടുത്തെ ഗവൺമെന്റിന്റെയും ഇമേജ് പോകും. അപ്പൊ അവർ വളരെ സമർത്ഥമായി മെസ്സിയെ രക്ഷപ്പെടുത്തി വിട്ടു. പിന്നെ ജനങ്ങൾ തമ്മിൽ തള്ളി. അപ്പൊ എന്തായി? മെസ്സിയെ കാണാനില്ല വന്നപ്പോ. പിന്നെ അതിന്റെ പേരിലാണ് തള്ളും തിരക്കും ഉണ്ടായത്. അതൊരു ഗൗരവമായിട്ട് എടുക്കാനുള്ള ഒരു വാർത്ത പോലും അല്ല, സ്വാഭാവികം മാത്രം. കൊച്ചിയിൽ വന്നാൽ എന്തിനാ നമ്മളിപ്പോ വലിയ മാഷിനോട് എനിക്കൊരു വിയോജനക്കുറിപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഈ ആൻഡ്രൂ അഗസ്റ്റിനെ പോലുള്ള ആൾക്കാരെ ഈ മെസ്സിയെ ഏൽപ്പിക്കല്ലേ. ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മാഷ് ഇപ്പം പറഞ്ഞതും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിനപ്പുറവും സംഭവിക്കും. നമ്മൾ ഇന്റർനാഷണൽ ട്രിബ്യൂണലിന്റെ മുമ്പാകെ ചെന്ന് സമാധാനം പറയേണ്ടി വരും. ലോകത്തിന്റെ താരമാ, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള കാലുകളുള്ള നമ്മൾ മറഡോണയെ ഇവിടെ കൊണ്ടുവന്നു. അല്ല മാഷെ, മറഡോണയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അന്ന് ആൻഡ്രൂ അഗസ്റ്റിന് ഇല്ല. അതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് അദ്ദേഹത്തെ മടക്കി അയക്കാൻ, പാക്ക് ചെയ്ത് അയക്കാൻ കഴിഞ്ഞു. ശരിയാണ്. ഇതില് ഒരു കാര്യം കൂടി ചേർത്ത് ഓർത്ത് നോക്കൂ. ഇതിന്റെ കൂടെ ഈ പൊളിറ്റിക്സില് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു സമ്മർദ്ദമോ അറിവുണ്ടാവും, സമ്മതം ഉണ്ടാവുമായിരിക്കും വിസയൊക്കെ കൊടുക്കുന്ന ഗവൺമെന്റ്. പക്ഷെ അവരുടെ പ്രത്യക്ഷമായ രാഷ്ട്രീയ ഇടപെടലൊന്നും ഇല്ലാതെ ഇന്ത്യയിലെ 2 പ്രബലമായ സംസ്ഥാനങ്ങൾ, 2 പ്രബലമായ സംസ്ഥാനങ്ങൾ മാത്രമല്ല 2 പ്രബലമായ BJP വിരുദ്ധ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന നാട്ടിലാണ് ഇത് വന്നത്. ഒന്ന് രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന ഹൈദരാബാദില്, മറ്റൊന്ന് TMC മമതാ ബാനർജി. 2ഉം കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്കാരമുള്ള. പക്ഷേ മാഷെ, അതിന് പകരം അതിന് ചെയ്യാനായിട്ടാണ് ഗുജറാത്തിലെ അവിടെ നമ്മൾ ഒളിമ്പിക്സ് നടത്താൻ വേണ്ടിയുള്ള ഒരു വെല്ലുവിളി ചലഞ്ച്, ഒളിമ്പിക്സ് നടക്കട്ടെ. അങ്ങനെ ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ, അത് നടക്കണം. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതില് പക്ഷെ ആ ഇന്ത്യ മുന്നണിയിൽ BJP വിരുദ്ധ മുന്നണിയിൽ വലിയ ഗീർവാണം പറയുന്ന ഒരു കക്ഷിയാണല്ലോ ഇപ്പൊ കേരളം ഭരിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളം മെസ്സിയുടെ കാര്യത്തിൽ ചെയ്തത് എന്താ? ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ വലിയ തട്ടിപ്പ് വീരന്മാർക്ക് അവസരം കൊടുക്കുന്നു. ജനങ്ങൾ കളിക്കുകയും നടക്കുകയും ചെയ്തിരുന്ന സ്റ്റേഡിയം കുളമാക്കി വെച്ചിരിക്കുന്നു. മെസ്സിയെ മാത്രം കാണാനുമില്ല.
എന്നാൽ മെസ്സി ഇതാ നമ്മൾ നോക്കി നിൽക്കേ ഹൈദരാബാദിൽ വന്ന് ആളുകൾ ചിരിച്ചു നിൽക്കുന്നു. ആവേശം കൊള്ളിച്ച് ജ്വലിച്ചു നിൽക്കുന്നു, കൽക്കത്തയിൽ വന്ന് തിക്കും തിരക്കും ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ കൽക്കത്ത മെസ്സിയുടെ പേരിൽ ഇളകി മറിയുന്നു, ഹൈദരാബാദ് മെസ്സിയുടെ പേരിൽ ആവേശം കൊള്ളുന്നു. കേരളത്തിന് മാത്രം നിരാശ. ഭാഗ്യമില്ല. ജന്മസാഫല്യമാണ് ഒരു ഫുട്ബോൾ പ്രേമിയുടെ അദ്ദേഹത്തെ കാണുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ തോൽവി, അതായത് ഇങ്ങനെ പറയാം നമുക്ക്, പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിലല്ല ഇന്നത്തെ ഏറ്റവും വലിയ തോൽവി ഫുട്ബോൾ കളത്തിൽ. എക്സാക്ട്ലി. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.